നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കരിമണൽ ഖനനവും മാസപ്പടിയും വീണാ വിജയനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും ROC വിവാദങ്ങളും എല്ലാം തന്നെ CPM-ന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. അതിനിടയിലാണ് CPM ചില ക്യാപ്സ്യൂളുകളൊക്കെയായി വീണയെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വന്നെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ചില ക്യാപ്സ്യൂളുകളൊക്കെ റെഡിയാക്കി AKG സെന്ററിൽ റെഡിയാക്കി വെച്ചിരുന്നപ്പോഴാണ് അത്തരം ചില വിശദീകരണങ്ങളും ഒക്കെ പുറത്തു വന്നു തുടങ്ങിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട SFI അന്വേഷണവും കോടതിയും ഒക്കെയായി വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടെ ഏതായാലും ഇനി ഇപ്പോൾ CPM വീണയെ വലിയ രീതിയിൽ പ്രതിരോധിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിമണലിൽ CPM വാദമെല്ലാം പൊളിഞ്ഞടുങ്ങി. ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് CPM മുതിരില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസ് അന്വേഷണം CBIക്ക് വിടും. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി ആശ്വാസമാവുകയും ചെയ്യും. മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി തന്നെ മാറുകയാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഇതിനുശേഷം 4.5 വർഷം കഴിഞ്ഞാണ് CMRL ലഭിച്ച കരാർ റദ്ദാക്കിയത്. റദ്ദാക്കി ഉത്തരവിറങ്ങുന്നതിന് 3 മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകം തന്നെയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് സൂചന. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെ തന്നെയാണ്. ഈ 3 പേരുടെയും തീരുമാനം അതിനിർണായകവുമാണ്. SFIO അതിവേഗ നിഗമനത്തിലെത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാൻ സാധ്യതകളും ഏറുകയാണ്. CMRL-ന്റെ ഉപകമ്പനിയായ കേരള റയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത്. ഈ കമ്പനിയാണ് CMRL-നായി ഖനനത്തിലുള്ള കരാർ അനുമതി നേടിയത്. പൊതുമേഖലയിൽ മാത്രമേ ഖനന ഇടപാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാകാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത തേടിയതുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് എന്നാണ് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നത്. ഇതിന് രേഖകളുടെ പിൻബലവും മാത്യുവിനുണ്ട്. ഈ സംഭവ വികാസങ്ങൾ മാസപ്പടി എന്ന ആരോപണ വിവാദത്തിന് പുതിയ തലം നൽകും. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു മാത്യു കുഴൽനാടന്റെ ശ്രമം. എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാമെന്ന് ജനങ്ങൾക്കറിയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന് 2019 ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ CMRL-ന് നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബർ 18 കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത്. 2023 ഓഗസ്റ്റിലാണ് വീണാ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു CPM പറഞ്ഞിരുന്നത്. എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു. 2016 മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ ഇപ്പോൾ മറുപടി നൽകുന്നില്ല. CMRL-നെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു. കുരുക്കുകളെല്ലാം മുറുകുകയാണ് ഇപ്പോൾ വീണാ വിജയന്. 2ാം പിണറായി സർക്കാർ മാസപ്പടി വിവാദത്തിൽ ആടി ഉലയുകയും ചെയ്യുന്നു. ഓരോ സത്യങ്ങളും പുറത്തു വരുംതോറും മുഖ്യമന്ത്രിക്ക് രാജിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. മകൾ കാരണം കസേര തെറിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ കസേര നഷ്ടപ്പെടുക എന്നാൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും തന്നെയാകും ഉണ്ടാക്കുക. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയ്ക്കും കുരുക്കുകൾ തന്നെയായി മാറുകയാണ്. മകൾ വീണ ഊരാക്കുടുക്കിലേക്കും എത്തുന്നു.